അമർ അക്ബർ അന്തോണി എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം നാദിർഷ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രമാണ് കട്ടപ്പനയിലെ ഋതിക് റോഷൻ. പേര് സൂചിപ്പിക്കും പോലെ ഒരു തമാശ ചിത്രമാണ് ഇത്. അവകാശവാദങ്ങൾ യാതൊന്നുമില്ലാതെ ഏറെ പ്രതീക്ഷയോടെ അമർ അക്ബർ അന്തോണി ടീം ഒരുക്കുന്ന ഒരു കൊച്ചു തമാശ ചിത്രമാണെന്നാണ് നാദിർഷ പറയുന്നത്. കൂടാതെ ഈ സിനിമ നിർമ്മിക്കുന്നതോ നാദിർഷയുടെ ഉറ്റ സുഹൃത്തായ ദിലീപും. കഥയാണ് ചിത്രത്തിലെ പ്രധാന താരം. അതുകൊണ്ട് തന്നെ കഥാകൃത്തുക്കളിൽ ഒരാളെ നായകനാക്കുന്നു. അങ്ങനെയാണ് അമർ അക്ബർ അന്തോണിയുടെ തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചിത്രത്തിലെ നായകനാകുന്നത്. എൻ്റെ വീട് അപ്പുവിൻ്റെയും എന്ന ചിത്രത്തിലൂടെയാണ് വിഷ്ണു ചലച്ചിത്ര രംഗത്തേക്ക് വരുന്നത്. പ്രയാഗയും ലിജോ മോളുമാണ് നായികമാർ. സിദ്ദീഖ്, സലിംകുമാർ, കലാഭവൻ ഷാജോൺ, കോട്ടയം നസീർ, ധർമ്മജൻ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ. സന്തോഷ് വർമ്മ, ഹരിനാരായണൻ എന്നിവരുടെ വരികൾക്ക് നാദിർഷയാണ് ഈണം നൽകുന്നത്. ശ്യാംദത്ത് ഛായാഗ്രഹണവും ജോൺകുട്ടി എഡിറ്റിംഗും നിർവഹിക്കുന്ന ഈ ചിത്രത്തിന്റെ കലാസംവിധായകൻ ജോസഫ് നെല്ലിക്കലാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനും ബിബിൻ ജോർജുമാണ് തിരക്കഥാകൃത്തുക്കൾ. പൂർണ്ണമായും ഇടുക്കിയിലാണ് കട്ടപ്പനയിലെ ഋതിക് റോഷൻ ചിത്രീകരിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് ഗ്ലോബൽ ആൻഡ് നാദ് ഗ്രൂപ്പിന്റെ ബാനറിൽ ദിലീപിനോടൊപ്പം ഡോക്ടർ സക്കറിയ തോമസും നിർമ്മാണ പങ്കാളിയാണ്. കുറവുകൾ കൂടുതലുള്ളവന്റെ കഥ എന്ന ടാഗ്ലൈനോടെയാണ് ചിത്രം എത്തുന്നത്. നമുക്ക് കാത്തിരിക്കാം കട്ടപ്പനയിലെ ഋതിക് റോഷന് വേണ്ടി. സിനിമാ വിശേഷങ്ങൾക്കായി ഒരു മൊബൈൽ ആപ്പ് സിനിബി, മൂവി ബൈറ്റ് സിനിബിയിലൂടെ നിങ്ങൾക്ക് കാണാം. സിനിബിയുടെ ആൻഡ്രോയിഡ്, ഐഫോൺ വെർഷനുകളുടെ ലിങ്ക് വീഡിയോയുടെ വിവരണത്തിൽ നൽകിയിരിക്കുന്നു. പുതിയ സിനിമാ വിശേഷങ്ങൾക്കായി മൂവി ബൈറ്റ് വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി മൺസൂൺ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്.